സുഹൃത്തുക്കളെ, ട്രാവൽ ഡോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് വയനാട്ടിലെ ഗോത്രവർഗ്ഗക്കാരുടെ ഒരു ട്രൈബൽ വില്ലേജ് ഇവിടെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ പേരാണ് ഊര് എന്ന പേരിൽ കേരള ടൂറിസം വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണത്. വയനാട്ടിലെ ട്രൈബൽസിനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അവരുടെ തനതായ ശൈലിയൊക്കെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് പരിചയപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. കഴിഞ്ഞ വീക്കിലാണ്, ജൂൺ മാസത്തിൽ ഫസ്റ്റ് വീക്കിലാണ് ഇതിൻ്റെ ഇനാഗ്രേഷൻ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. നമുക്ക് ട്രൈബൽസിൻ്റെ കുറേ കാര്യങ്ങളുണ്ട് അവിടെ. അവിടുത്തെ ഫുഡ്, അതുപോലെ തന്നെ അവരുടെ ജീവിതശൈലി, അവരുടെ സംസ്കാരങ്ങളൊക്കെ അവിടെ അങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അങ്ങോട്ട് പോയിട്ട് അതൊക്കെ നമുക്ക് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം. കേരള വെറ്റിനറി ആൻഡ് അനിമൽസ് യൂണിവേഴ്സിറ്റിയിലെ ഈ ഒരു സ്ഥലത്താണ് എന്നൂരിൽ നിന്നുള്ള ഈ ഒരു പ്രൊജക്റ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ രാവിലെ തന്നെ വരാനുള്ള കാരണം തിരക്കൊന്നും ഉണ്ടാവരുതേ എന്ന് വിചാരിച്ചിട്ടാണ്. രാവിലെ തന്നെ നല്ല തിരക്കാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഏതായിരുന്നാലും കയറി നോക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ വെറ്റിനറി യൂണിവേഴ്സിറ്റിൻ്റെ താഴെ പാർക്കിങ്ങിൽ നമ്മുടെ വണ്ടി നിർത്തിയിട്ട് ഇവിടുന്ന് ഇവരുടെ ജീപ്പിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ജീപ്പിന് ടിക്കറ്റ് എടുക്കണം അല്ലേ? എത്ര, 20 രൂപ അല്ലേ? ഒരാൾക്ക് 20 രൂപയാണ് ഇവിടുന്ന് ടിക്കറ്റ്. അതെടുത്തിട്ട് നമ്മൾ മേലോട്ട് കയറി പോകണം. 2.5 കിലോമീറ്റർ ഇവിടുന്ന് നമ്മൾ ജീപ്പിലോട്ട് പോകുന്നത്. അങ്ങോട്ട് വണ്ടി കടത്തി വിടൂല. പിന്നെ അവിടെ പോയിട്ട് ചെറിയ ടിക്കറ്റ് ആകർഷണീയമായിട്ടുള്ള സംഗതി ഇതാണ്. ആദിവാസി കുടിലുകൾ എങ്ങനെയാണ് എന്നുള്ളത് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക. കേരളത്തിലെ ട്രൈബൽസ് എത്തരത്തിലുള്ള ആളുകളാണ്, അവരുടെ സംസ്കാരം എങ്ങനെയാണ് ഒക്കെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്.
എന്തായിരുന്നു പേര്? ബിന്ദു. ഇത് ഈ പെയിന്റിങ് കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യുന്ന തന്നെയാണോ? സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. 5 വർഷമായിട്ട് കൽപ്പറ്റ ജീവൻ ജ്യോതി ഓഫീസിൽ ജീവൻ ജ്യോതി അവിടെ ഓഫീസിൽ നമ്മൾ ഇതായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രജിസ്ട്രി ആയതുകൊണ്ട് നമുക്ക് എന്നൂരിലേക്ക് സ്റ്റോൾ കിട്ടി. അതുകൊണ്ട് നമ്മളെ പ്രൊഡക്റ്റ് ഇവിടുന്ന് സെയിൽ ചെയ്യാന്നുള്ള രീതിയിൽ നമ്മളിവിടെ സ്റ്റോളിൽ നല്ല ഭംഗിയുണ്ട്. എല്ലാം നല്ല ഒരു ജീവനുള്ള പിക്ചർ പോലെ തോന്നുന്നുണ്ടല്ലോ. ആ ഒരു രീതിയിലാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതെ കലാകാരൻ. ഇപ്പൊ ഈ ഒരു പിക്ചർ ഇത് നല്ല, ഞാൻ വന്നപ്പോൾ തന്നെ എന്റെ കണ്ണ് പെട്ടൊരു സാധനമാണിത്. ഇതൊക്കെ എന്താ പെയിന്റിങ്ങിനാണ്? ഇത് ക്രീം പോലുള്ള സാധനം എന്താണ്? അത് പെയിന്റിംഗ് ആണ്. നമ്മൾ എന്നിട്ട് ഇതിന്റെ വർക്ക് നമ്മൾ ക്ലേ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ്. കലയോട് ഇഷ്ടമുള്ള ആൾക്കാർ ഇത് വാങ്ങും. അതെ ബാക്കി കണ്ടുപോകും, എന്നെ പോലുള്ളവരെ കണ്ടുപോകും. അപ്പോൾ ഏതായിരുന്നാലും ഈ ട്രൈബൽസിന്റെ ഇവരുടെ തനതായ ആ ശൈലി, ഇവരുടെ സംസ്കാരങ്ങളൊക്കെ വിളിച്ചോതുന്ന രീതിയിലുള്ള ഒരുപാട് പിക്ചറുകൾ നമ്മുടെ ലിവിങ് റൂമിൽ ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് സാധനങ്ങളുണ്ട് ഇവിടെ. മുളയിൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മുളയിൽ ചെയ്തിട്ടുള്ള ആർട്ട് വർക്കുകളാണ്. മുളയിൽ പിന്നെ പെയിന്റിങ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഡ്രസ്സിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ട്രൈബൽ, ആഫ്രിക്കൻ ട്രൈബൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ മ്യൂറലിൻ്റെ ഇതിലേക്ക് നമ്മൾ ചെറിയ പിക്ചറുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. നമുക്ക് ഇനിയും കുറേ കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കാനുണ്ട്, അറിയാനുണ്ട്. കേരള ഗവൺമെൻറ് ഇങ്ങനെ ഒരു പുതിയ പ്രൊജക്റ്റ് കൊണ്ടുവരുന്നതിലൂടെ വയനാടിൻ്റെ ടൂറിസം മേഖല കുറച്ചും കൂടി ജീവൻ വെക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്, അതാണ് ഞാൻ രാവിലെ തന്നെ കയറി വന്നത്. അതുകൊണ്ട് തിരക്കൊന്നും ഉണ്ടാവരുതെന്ന് വെച്ചിട്ട്. പക്ഷെ രാവിലെ തന്നെ അവിടെ നല്ല ക്യൂ ആണ്, നല്ല തിരക്കാണ്. അതെ ഇനിയും കുറേ അഡീഷണൽ ആയിട്ട് കുറേ സാധനങ്ങൾ ഇവിടെ വരാനുണ്ട്. ചെയ്യാനുണ്ട്. ഇപ്പൊ തുടക്കത്തിലായതുകൊണ്ട് അതിനൊരു പരിമിതി ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. എന്നാലും ഇത് മുന്നോട്ട് വർക്ക്ഷോപ്പ് ഇവിടെ തന്നെ ചെയ്യാനുള്ളൊരു ഇതുണ്ട്, ഇതിനൊപ്പം തന്നെ ഉണ്ട്. ഓക്കെ ശരി. അപ്പോൾ നമ്മൾ ഇനി ഇങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചുറ്റിക്കണ്ട് ഇങ്ങനെ ഇവിടെ ഈ ഒരു എക്സിബിഷൻ ഹാൾ ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടിട്ടുണ്ട്. കാരണം അതിൻ്റെ ഉദ്ഘാടന സമയത്ത് തുടങ്ങി വെച്ച ആ ഒരു സംഘം അന്ന് കാണിച്ചു കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇത് ഫുള്ള് ഇപ്പോൾ അടച്ച് സെറ്റ് ചെയ്യേണ്ട ഒരു പണി ഉണ്ടാവും. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഇവിടെ
ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല. ജസ്റ്റ് ഇനോഗ്രേഷൻ കഴിഞ്ഞു, അതിൻ്റെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. ഫുള്ളായിട്ട് ഇതിൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ എന്നൂരിൽ വന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവച്ചു. ഇവിടുത്തെ ഗോത്ര വിഭാഗവും അതുപോലെ തന്നെ കേരള ടൂറിസം വകുപ്പും സമന്വയിപ്പിച്ച് നടപ്പിലാക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ഒരു പ്രൊജക്റ്റാണ് എന്നൂര് എന്ന ഈ ഒരു പ്രൊജക്റ്റ്. ഒരു സംശയവുമില്ല, കേരളത്തിലെ ടൂറിസം മേഖലയിൽ വലിയൊരു മാറ്റം വരും. അതുപോലെ തന്നെ വയനാടിൻ്റെ ടൂറിസം മേഖലയിലും വലിയൊരു മാറ്റം വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനിയും ഒരുപാട് കൺസ്ട്രക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഒരു ബിൽഡിങ്ങുകളൊക്കെ, ഈ ഒരു ഊര് പോലെ ഉണ്ടാക്കിയിട്ടുള്ള വീടുകളൊക്കെ അടുത്ത കാലങ്ങളിൽ ഇതൊക്കെ വില്ലകളൊക്കെ ആയി മാറി ഇവിടെ സ്റ്റേ ഒക്കെ കൊടുക്കാൻ സാധ്യതയുണ്ട്. ഏതായിരുന്നാലും ഈ ഒരു വീഡിയോ നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ വാങ്ങുന്നു. ബൈ.